മാലിദ്വീപിൽ മലയാളി അധ്യാപികയ്ക്ക് വിദ്യാർത്ഥിയുടെ മർദ്ദനമേറ്റത് ചെങ്ങന്നൂർ സ്വദേശിനി സ്മിതയ്ക്ക്. ക്ലാസ്സിൽ ഗെയിം കളിക്കുന്നത് തടഞ്ഞതാണ് പ്രകോപനം. വിദ്യാർത്ഥി അധ്യാപികയുടെ മുഖത്തടിച്ചു. മർദ്ദനത്തിൽ അധ്യാപികയുടെ മൂക്കിന് പരിക്കേറ്റു. ഗെയിം കളിക്കുന്നത് ഞാൻ വിലക്കാറുണ്ട്. സാധാരണ അത് കഴിയുമ്പോൾ ഞാൻ വീണ്ടും അടുത്ത റൗണ്ടിന് പോയിട്ട് വരുമ്പോൾ അവൻ വീണ്ടും മിക്കവാറും ഗെയിം ഇട്ടെന്നായിരിക്കും. അപ്പോഴേ ഞാൻ ക്ലോസ് ചെയ്തിട്ട് പോകാറാണുള്ളത്. ഇന്നലെ അതുപോലെ ഞാൻ ചെന്നപ്പോൾ ഗെയിം കളിക്കുകയാണ്. ഞാൻ ചെന്നപ്പോൾ മോട്ടർ ഓഫ് ചെയ്തു. ഞാനവിടെ മോട്ടർ ഓൺ ചെയ്യാൻ വന്നിട്ട് അവൻ ചെയ്തില്ല. പിന്നെ അവനോട് നീങ്ങിയിരിക്കാൻ വന്നിട്ട് ഞാൻ ഓൺ ചെയ്ത് നോക്കിയപ്പോൾ എന്തോ ഒരു സൈറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ എടുത്തിട്ട് ഞാൻ ഇൻഫോം ചെയ്യും ടീച്ചേഴ്സിനെ, അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ അവൻ പെട്ടെന്ന് എണീറ്റിട്ട് എൻ്റെ ഫോൺ വാങ്ങിച്ച് ആദ്യം ഫോൺ എടുത്തു. അപ്പം ഞാൻ ഈ ഫോൺ എടുത്തിറങ്ങിയ ഇതിൽ ഞാൻ ഫോൺ പൊട്ടിയോ എന്നുള്ള ഇതിൽ ആ ഒരു സൈഡിലോട്ട് നോക്കുന്ന സമയത്തിന് ഇവനെന്നെ പഞ്ച് ചെയ്ത് കഴിഞ്ഞു. പഞ്ച് ചെയ്തപ്പോൾ എനിക്ക് പെട്ടെന്ന് എവിടെ നിന്നാണ് ഈ ഇടി കിട്ടിയതെന്ന് എനിക്ക് വരുന്നില്ല. അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, സ്റ്റക്ക് ആവുന്നില്ല. അതിനോടിടയ്ക്ക് അവൻ ഒരു 3-4 ഇടി എൻ്റെ മുമ്പിൽ ഇടിച്ചു. പിന്നെ ഞാൻ പെട്ടെന്ന് തിരിഞ്ഞപ്പോഴത്തേക്ക് തലയുടെ ബാക്ക് സൈഡിലും മുടി പിടിച്ച് വലിച്ചിട്ട് 2-3 ഇടി ഇടിച്ചു. സിജോ വി ജോൺ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സിജോ, അധ്യാപകൻ വിദ്യാർത്ഥിയോട് കാണിച്ച ക്രൂരതയ്ക്ക് ഒരു ജീവൻ ബലിയാടാക്കപ്പെട്ട വാർത്തകൾ നമ്മൾ നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത കൂടി വരുന്നത്. അധ്യാപകൻ വിദ്യാർത്ഥിയോടായാലും വിദ്യാർത്ഥി അധ്യാപകനോടായാലും ക്രൂരത ചെയ്യുന്നത് ഒരിക്കലും വെച്ചു പൊറുപ്പിക്കാനാകാത്ത കാര്യമാണ്. സ്മിതയുടെ പരാതി എന്താണ്? ചെങ്ങന്നൂർ സ്വദേശിനിയാണ് സ്മിത. കഴിഞ്ഞ 1 വർഷത്തോളമായി ലക്ഷദ്വീപിൽ അധ്യാപികയായി ജോലി ചെയ്തു വരികയാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കമ്പ്യൂട്ടർ അധ്യാപികയാണ്. ഈ ക്ലാസ്സിനിടെയാണ് ഒരു വിദ്യാർത്ഥിനി ഈ ലാപ്ടോപ്പിൽ ഇത്തരത്തിൽ ഗെയിം കളിക്കുന്നതായി ശ്രദ്ധയിൽപ്പെടുന്നത്. തുടർന്ന് അവിടെ എത്തി ഈ കുട്ടിയോട് ഈ ഗെയിം കളി അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. പക്ഷേ ആ കുട്ടി അതിന് തയ്യാറായില്ല. പിന്നീട് അധ്യാപിക തന്നെയാണ് ഇതിന്റെ മോണിറ്റർ ഓഫ് ചെയ്യുകയും ചെയ്യുന്നത്. തുടർന്ന് ഈ കുട്ടിയോട് ഇനി ഇത് ചെയ്തു കഴിഞ്ഞാൽ താനത് മൊബൈലിൽ പകർത്തും എന്ന് പറയുകയും ചെയ്തു. തുടർന്ന് ഈ മൊബൈൽ തട്ടിത്തെറിപ്പിക്കുകയാണ് ചെയ്തിരുന്നത്. ആ മൊബൈൽ എടുക്കുന്നതിനിടെയാണ് ഈ വിദ്യാർത്ഥി ഈ അധ്യാപികയുടെ മുഖത്ത് ഇടിക്കുകയും ചെയ്തിരിക്കുന്നത്. സാരമായി തന്നെ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മൂക്കിനാണ് പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇതൊരു സംഭവം ഉണ്ടായിട്ടും ഇത്തരത്തിലൊരു കാര്യമായിട്ടുള്ള ഇടപെടൽ സ്കൂളിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഒരു വിമർശനം ഉയരുകയും ചെയ്യുന്നത്. ശരി, സിജോ വി ജോൺ ആണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.